നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ധീരരക്തസാക്ഷി വള്ളിയാനി അനിരുദ്ധൻ്റെ ഭാര്യ കോമളം അനിരുദ്ധനാണ്. മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് കോമളം അനിരുദ്ധൻ. 48 വർഷങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് ഗുണ്ടകൾ വള്ളിയാനി അനിരുദ്ധനെ കൊലപ്പെടുത്തുന്നത്. ഇപ്പം ചേരുകയാണ് 48 വർഷം മുമ്പ് ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് അല്ലേ സഖാവിനെ കൊലപ്പെടുത്തുന്നു അല്ലേ? 48 വർഷങ്ങൾക്ക് മുമ്പ് 77 തെരഞ്ഞെടുപ്പിൽ അന്ന് കോന്നി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന RC ഉണ്ണിത്താനു വേണ്ടി കൊടിമരം ഉയർത്താനും അന്ന് വൈകിട്ട് സഖാവിനുള്ള അവിടെ മണ്ഡലത്തിൽ ഒരു യോഗം ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥി സ്വീകരണം. അപ്പോൾ അതിന് അന്നത്തെ കാലത്ത് വലിയ കമുകയിലൊക്കെയാണ് കൊടി ഉയർത്തുന്നത്. അപ്പം കൊടിമരം കൊണ്ടുവന്നത് ഉയർത്താൻ കുഴിയൊക്കെ കുഴിച്ച് നാട്ടുന്ന സമയത്താണ് കോൺഗ്രസ്സുകാർ വന്ന് കൊടി അവിടെ ഉയർത്താൻ നമുക്ക് പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതേ സംബന്ധിച്ച് ഉയർത്താൻ പറ്റത്തില്ലെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം തന്നെ പുറകിൽ നിന്ന് ഒരു ഗുണ്ട വന്നു കുത്തി ഒറ്റ. അനിരുദ്ധൻ സഖാവിന് 26 വയസ്സിലെ, സഖാവിന് 22 വയസ്സിലെ. പെട്ടെന്ന് ഒരു കുടുംബത്തെ ഒരു വിവാഹം കഴിഞ്ഞ് 6 മാസമായിട്ടുള്ളായിരുന്നില്ലേ? പിന്നെ ആ പ്രദേശത്ത് പിന്നെ കോൺഗ്രസ്സുകാരുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. നമുക്കെങ്ങും നമ്മുടെ പ്രദേശത്ത് ഈ പ്രവർത്തനങ്ങളോ ഈ യോഗം പോലും, ഒരു അനുശോചന യോഗം പോലും നടത്താൻ തുടർന്നും അവർ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കൊടി ഉയർത്തണമെന്നുള്ള ഭർത്താവിനെ ഏൽപ്പിച്ച കൊടി അത് ഞാൻ ഏറ്റുവാങ്ങി. കഴിഞ്ഞ 48 വർഷം ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചു. എൻ്റെ പ്രദേശത്ത്, ഞാൻ താമസിക്കുന്ന എൻ്റെ പ്രദേശത്തും കൊടി ഉയർത്താൻ സമ്മതിക്കത്തില്ലായിരുന്നു. അവിടെ നമുക്ക് സംഘടനാ പാർട്ടി ബ്രാഞ്ചാകാനും എല്ലാ പാർട്ടിയുടെ എല്ലാ വളർച്ചയും അവിടെ ആ പ്രദേശത്തും ഉണ്ടായി. പിന്നെ ഇവരുടെ ഈ കോൺഗ്രസ് ഗുണ്ടകളുടെ തേരോട്ടമായിരുന്നു അവിടെ. അതിനെയെല്ലാം അതിജീവിക്കാൻ പാർട്ടി കരുത്തും തന്നു. ഒരു 6 മാസത്തെ മാത്രം ദാമ്പത്യ ജീവിതമായിരുന്നു അല്ലേ? പക്ഷേ 6 മാസം സഖാവ് മുമ്പും പാർട്ടി കുടുംബം തന്നെയായിരുന്നു എങ്കിലും പാർട്ടി കുടുംബം തന്നെയാണ്. ചെങ്ങന്നൂരാണ് എൻ്റെ അമ്മയുടെ വീട്. വലിയ പാർട്ടി പാരമ്പര്യം ഉള്ളൊരു കുടുംബത്തിലെയാണ്. ഞങ്ങളുടെ ഒരു വലിയമ്മ 64 പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PS കല്യാണി അമ്മ, PK കുഞ്ഞച്ചൻ സഖാവ്, PKC, അങ്ങനെ EMS, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുമായിട്ടും വന്നു കയറുന്ന PKC അവിടെ ഒളിവിലിരുന്നതുമാണ്. അതിനുശേഷം പാർട്ടിയായിട്ട് മറ്റൊരു വിവാഹമൊന്നും കഴിച്ചില്ല. പാർട്ടിയായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഭർത്താവ്, ഞാൻ ഓടി ചെല്ലുമ്പോഴേ ഇങ്ങനെ അവിടെ ഒരു സംഭവം നടന്നു എന്ന് ആളുകൾ പറയുന്നു. വള്ളിയാനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അവിടെ എന്തോ സംഭവം, എല്ലാവരും പതുക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഒന്ന് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് നടക്കില്ലെന്നറിയാം. എന്നാലും ഞാൻ അപ്പോൾ എല്ലാവരും പോകുന്ന കണ്ടുകൊണ്ട് എന്തോ എങ്ങനെയോ എനിക്കൊരു ആവേശം തോന്നി. ഞങ്ങൾ നിന്നവരുടെ കൂട്ടത്തിൽ ഞാനും അങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ സഖാവിനെ നോക്കിയത് ആൾക്കൂട്ടത്തിൽ. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഈ എല്ലാവരും ആളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയെങ്കിലും കുറേ ഏറെ ആളുകൾ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്തിയെന്ന് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർത്തും ഇങ്ങനെ നോക്കുമ്പോഴേ ആളുകൾ പറയുന്നുമില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണങ്ങോട്ട് തിരിഞ്ഞപ്പം ഓലക്കീറിനകത്തൂടെ 2 കാല് കാണാം. മഴ പെയ്ത് നനയാതിരിക്കാൻ വേണ്ടി ഓല മടഞ്ഞതാ മറ്റോ മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ചെന്നെടുത്ത് നോക്കുമ്പം പിന്നെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം എൻ്റെ അപ്പച്ചിയുടെ വീട് അതിനടുത്ത് തന്നെയാണ്. പിന്നൊന്നും അങ്ങനെ വലുതായിട്ട് അന്നത്തെ EMSഉം MA ബേബിയും NSഉം SRP R ബാലകൃഷ്ണപിള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന EMS നേരിൽ വന്ന് 22 വയസ്സ് മാത്രമുള്ളൊരു യുവതിയാണ്, പെൺകുട്ടി എന്ന് വേണമെങ്കിൽ യുവതി എന്ന് പറയാം. സത്യത്തിൽ പകച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ
ആ പക എപ്പോഴും സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ. അന്ന് PR ആണ് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി. എന്നും സംഭവങ്ങളാണ്, ഭയങ്കര സംഭവങ്ങൾ. അവിടെ എപ്പോഴും നമുക്കൊരു കൊടി ഉയർത്താൻ പറ്റത്തില്ല, എന്നും അങ്ങ് വഴക്കുമൊക്കെ. അപ്പം നമ്മുടെ ലീഡർഷിപ്പ് എല്ലാം ഓടി വരും. ഓടി വന്ന് PR നമ്മുടെ രാജ്യബ്രഹ്മ പെരുന്നാട്ടിലെ സഖാക്കളെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ട് നിന്ന് ആ മൈക്ക് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഹർഷൻ വന്നിട്ടുണ്ട്, ഹർഷൻ SFI ആയി നിൽക്കുമ്പോൾ. ഒരു കഠിനമായ സാഹചര്യത്തിലും കോമളം സഖാവ് പാർട്ടിക്കൊപ്പം നിൽക്കാവുന്ന, കാരണം സാധാരണ പേടിച്ച് പിന്മാറണം, കാരണം പ്രായം 22 ഉള്ളൂ, ഇപ്പോഴത്തെ പോലെ അല്ല, 22 വയസ്സ്, ഈ പറഞ്ഞ സാഹചര്യങ്ങളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കാം, പാർട്ടിയുടെ കൂടെ തന്നെ തുടരാമെന്ന് തീരുമാനിച്ചത്? ഇത് ഞാൻ ഈ കൊടി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. കൊടി തന്നെ ഇത് എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തി എനിക്കത് ഏറ്റുപിടിച്ചും കൊണ്ട് എൻ്റെ പ്രദേശത്ത് ഈ പ്രസ്ഥാനം വളർത്തണമെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അതിൻ്റെ ഓരോ ദിവസവും നമ്മുടെ സഹാക്കളുടെ ഈ പാർട്ടി തരുന്ന കരുത്ത് നമ്മളെ ഇതിനകത്ത് കൂടുതൽ ആവേശഭരിതയാക്കുമായിരുന്നു. പാർട്ടി തരുന്ന സപ്പോർട്ടും വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ഒരു കരുത്ത് ഉണ്ടല്ലോ. ഒട്ടേറെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ. തൊഴിലാളി വർഗത്തിനൊപ്പം തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതിനുശേഷം നിരവധി സമരങ്ങളിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. നിരവധി സമരങ്ങളിലും പ്രശ്നങ്ങളിലും. ഇപ്പം നമുക്കതുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് പാർട്ടിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല, പാർട്ടിയുണ്ട്, പാർട്ടിയൊപ്പം. പക്ഷേ തന്നെയല്ല, പാർട്ടിയാണ്. എൻ്റെ ഏത് വിഷയങ്ങളിലും പാർട്ടി അവിടെ ഓടിയെത്തും. ഏത് പാതിരാത്രിക്കാണെങ്കിൽ പോലും ഞങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നറിയാൻ വേണ്ടി അന്നത്തെ ജില്ലാ സെക്രട്ടറി, പിന്നീട് വന്നവരെ, ഇവരെല്ലാം പഴയ SFI ആയിരുന്നല്ലോ, ഹർഷനുമൊക്കെ, പെരുന്നാട് കമ്മിറ്റിയുടെ പൂർണ്ണമായ ഈ PS മോഹനൊക്കെ ഓടിയെത്തുമായിരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ സഖാവ് സിംഗിൾ വുമൺ അല്ലേ, വിമൻ്റെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ പ്രവർത്തനത്തിലും ഈ അനുഭവങ്ങളൊക്കെ ആയിരിക്കും കരുത്തില്ലേ? ആന്ന് എല്ലാം ഈ എനിക്ക് മുന്നിൽ എനിക്കുണ്ടായ അനുഭവം, എൻ്റെ കരുത്ത്. അതിനപ്പുറമായിട്ട് ഈ പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു കരുത്തില്ലെങ്കിൽ, ഈ പാർട്ടി ഇല്ലെങ്കിൽ ഞാനൊന്നുമല്ല, എനിക്ക് ഈ ധൈര്യമില്ല. 22 വയസ്സ് മുതൽ പിന്നീട് പാർട്ടിക്കൊപ്പം, അതിന് മുമ്പേ ഉണ്ടായിരുന്നു പാർട്ടിക്കൊപ്പം, ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് കോമളം അനിരുദ്ധൻ എന്ന സഖാവ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തെയും പാർട്ടിയും നോക്കിക്കുന്നത്? പാർട്ടി ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ഈ പാർട്ടിക്ക്, ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിനല്ലാതെ ഇത്ര ഒരു മഹാസമ്മേളനങ്ങൾ നടത്തുവാൻ വേറെ ഒരു പാർട്ടിക്കും കഴിയുമോ? കഴിയത്തില്ല. ഈ പാർട്ടിക്കേ കഴിയത്തില്ല. അത്ര ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി താഴെ തലമുറ പോവുകയും ആളുകളെ, വിവിധ തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്നില്ലേ ഈ പാർട്ടി? അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത്. ആന്ന് അനുഭവത്തിൽ നിന്നും ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ്. ഇതല്ലാതെ വേറെ ഏത് പാർട്ടിക്ക് കഴിയും? ഈ പാർട്ടിയാണ്. പാർട്ടി സഖാക്കളുടെ സ്നേഹം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എന്നോടൊരു വലിയ കരുതൽ. ഈ പാർട്ടി രംഗത്തെ സമ്മേളനത്തിന് ചെന്നപ്പോഴും വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും ഒക്കെ ആളുകളെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പടമെടുക്കാനും നമ്മളോടുള്ള ഒരു സ്നേഹവും ഒക്കെ നമുക്കപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആത്മധൈര്യം വരികയാണ്. എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടല്ലോ ഈ പ്രസ്ഥാനത്തിന്. ഒരു കുടുംബാംഗങ്ങൾക്ക് നമുക്കൊരിക്കലും ഒരു കുടുംബത്തിൽ നിന്ന് ഈ സ്നേഹം കിട്ടത്തില്ല. ഈ പ്രസ്ഥാനത്തിൽ നിന്നും കിട്ടുന്ന സ്നേഹം കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ ഇപ്പം എല്ലാവരും നഷ്ടപ്പെട്ടല്ലോ. അച്ഛൻ പോയി, അമ്മ പോയി, അതിന് മുമ്പ് ഇപ്പം ആരുമില്ലല്ലോ. പക്ഷെ എനിക്ക് ആരുമില്ലെന്നുള്ളൊരു തോന്നലില്ല. എനിക്കെൻ്റെ കൂടെ വലിയൊരു പ്രസ്ഥാനമുണ്ടെന്നുള്ള ഒരു നല്ല ധൈര്യം എനിക്കതുണ്ട്. ഞാൻ ഒറ്റയാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ചില മാധ്യമങ്ങളും ചില ആളുകളും സംസ്ഥാന സമ്മേളനത്തൊക്കെ വിമർശിക്കുന്നത് ശ്രദ്ധയപ്പെട്ട് കാണുമല്ലോ. ഇങ്ങനൊരു പാർട്ടി, ഇപ്പം ജനങ്ങൾക്ക് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന പാർട്ടി വിമർശിക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധയപ്പെടുമ്പോൾ പാർട്ടിയുടെ രീതിയെപ്പറ്റിയൊക്കെ വിമർശിക്കുമ്പോൾ എന്താണ് സഖാവിനെ പറയുന്നത്? പാർട്ടിയെപ്പറ്റി വിമർശിക്കാൻ മറ്റൊരാളിനിത് കഴിയത്തില്ലല്ലോ. വേറൊരു പ്രസ്ഥാനത്തിന് കഴിയുമോ? ഇതുപോലൊരു ഒരാളിനെ 48 വർഷം ഈ പാർട്ടിയെ എന്നെ നടത്തുന്നത് മറ്റൊരു പ്രസ്ഥാനത്തിലുണ്ടോ?
മറ്റൊരുന്നിലുമില്ല. ഈ പാർട്ടിയാണ് നമ്മുടെ ശ്വാസം. പാർട്ടിയാണ്, പാർട്ടിയുടെ തണലിലാണ് ഞാൻ വളരുന്നത്. പല തെരഞ്ഞെടുപ്പുകളിൽ എന്നെ നിർത്തി ഞാനവിടെ എല്ലാം നല്ല നല്ല പിന്നെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ എന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി, ആദ്യത്തെ ജില്ലാ കൗൺസിൽ മെമ്പറാക്കി, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, പിന്നെ വിവിധ മേഖലകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിവിധ മേഖലകളിൽ എന്നെ കൈക്ക് പിടിച്ചു വളർത്തിക്കൊണ്ടുവന്നതല്ലേ ഈ പാർട്ടി. വേറെ ഏത് പാർട്ടിക്ക് കഴിയും? ഒന്നോ രണ്ടോ കഴിയുമ്പം അങ്ങ് പോലെ അതും സമ്പത്ത് മുഴുവനും ചിലവഴിച്ചല്ലേ എന്നെ എടുക്കുന്നത്. പാർട്ടി തന്നെ സമ്പത്ത് കണ്ടെത്തിയല്ലേ എന്നെ എല്ലാം ചെയ്യുന്നത്. വ്യക്തിപരമായ ചോദ്യമാണ്, ശരിയാവണമെന്നറിയില്ല ചോദിക്കുന്നത്. 22 വയസ്സിലാണ് സഖാവിനെ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഗുണ്ടകൾ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം മറ്റൊരു വിവാഹത്തെപ്പറ്റി ആരെങ്കിലും ചോദിക്കുകയോ വീട്ടുകാർ നിർബന്ധിക്കുകയോ എന്തെങ്കിലും ചെയ്തു? വീട്ടുകാരെല്ലാം നിർബന്ധിച്ചു. ഫ്രഷ് വിവാഹാലോചനകൾ വന്നിട്ടുണ്ട്, എല്ലാവരും നിർബന്ധിച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഞങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ ഇവളുടെ കാര്യമായിരുന്നു. അപ്പം പാർട്ടിക്കാർ വരുമ്പം പറയും എൻ്റെ മോളെ നോക്കിക്കോണേ എന്ന് പറയും. എന്ന് വെച്ചാൽ നോക്കണമെന്ന് പറഞ്ഞാൽ അവളെ സംരക്ഷിക്കണേ, അവളിങ്ങനെ എന്ന് പറയും. അമ്മയിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. എൻ്റെ അമ്മയിൽ നിന്ന്. എൻ്റെ രാഷ്ട്രീയ ഗുരു എൻ്റെ അമ്മയാണ്. ഞാൻ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുകയും വഴക്ക് പറയും, മറ്റുള്ളവരൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പം ഞാനൊന്നും പറയത്തില്ല. ആരെങ്കിലും അങ്ങനെ കാണാനും വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ എനിക്ക് വേണ്ടെന്നുള്ളൊരു നിലപാടിൽ തന്നെ നിന്നിട്ടുള്ളത്. നിലപാടെടുക്കാൻ എന്തോ എൻ്റെ ഭർത്താവിൻ്റെ ഈ മരണവും പിന്നെ ഈ പാർട്ടിയോടുള്ള എൻ്റെ ഒരു ബന്ധവും പാർട്ടി സഖാക്കളുടെ ഒരു സ്നേഹവും ഒരു കരുതൽ, നമുക്കൊരു കുടുംബത്തിൽ നിന്നും കിട്ടുന്ന കരുതലല്ല ഇവിടുന്ന് കിട്ടുന്നത്. എന്തായാലും ഇപ്പം CPM-ന്റെ പ്രവർത്തകരോടൊപ്പം തന്നെ സിംഗിൾ വുമൺ അല്ലേ, അത്രയും ആളുകൾക്ക് ആശ്വാസം പകരാനും നമ്മളെ എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ ചേരുന്നത്. ഒറ്റയ്ക്ക് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്, വിവാഹം കഴിക്കാൻ കഴിയാതെ 50 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകൾ. അവർക്ക് വിവാഹം ഇനിയൊരു സ്വപ്നം കാണാൻ പറ്റത്തില്ലല്ലോ, പല കാരണങ്ങളാൽ. വീട്ടിലെ പ്രശ്നങ്ങൾ കാണും, മറ്റു പല കാരണങ്ങൾ. അപ്പോൾ അവരുടെ ഒരു സംഘടന നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യം അത് വിധവാ സംഘം എന്നായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ 23 പിന്നെ സിംഗിൾ വിമൻ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, മഹിളയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ അങ്ങനെ എന്തായാലും എനിക്ക് ഈ പാർട്ടിയോടുള്ളൊരു ബന്ധമാണ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്നത് ഇൻക്ലാബ് സിന്ദാബാദ്. എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. എൻ്റെ അമ്മാവന്മാരും എല്ലാം പാർട്ടിക്കാരാണ്. ആദ്യം പറഞ്ഞ ചെങ്കൊടി ഇനിയും താത്തി വെക്കാതെ ഇനി ആ ചെങ്കൊടി ഇനിയും എൻ്റെ യൗവനത്തിൽ ഞാൻ താത്തു വെച്ചില്ല. കഴിഞ്ഞ ദിവസം KU ജനീഷ് കുമാർ MLA നിയമസഭയിൽ പറയുകയുണ്ടായിരുന്നു, ഇത്തരം കോമളം അനിരുദ്ധനെ പോലോ സഖാക്കൾ പങ്കെടുത്തുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. ഇപ്പോഴും കോമളം സഖാവ് സിംഗിൾ വുമൺ, അതായത് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിലുള്ള കോമളം അനിരുദ്ധനെ പോലുള്ളവർ ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM എന്നാണ് എടുത്തു പറയേണ്ടത്. അത്തരത്തിലാണ് എൻ്റെ സംഘടനാ സംവിധാനം പോകുന്നത്. ആ പ്രസ്ഥാനത്തിനൊപ്പം ജീവിക്കുകയും ഈ ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ധീരവനിത എന്ന് പറയാൻ പറ്റുന്ന ഒരു ആളാണ് നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നത്.